കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ചർച്ച. അതിനുമുമ്പ് ഞാനൊരു വീഡിയോ കാണിക്കാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ജയിച്ച ആ റിസൾട്ട് അറിഞ്ഞ ഉടനെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ വളരെ ഗർവോടുകൂടി വളരെ പുച്ഛത്തോടു കൂടി പറഞ്ഞ ഒരു ഡയലോഗാണ്. അതൊന്ന് കേൾക്കാം. നിങ്ങൾ ഇവിടെ വന്നപ്പോ തൊട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 53 കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു എന്ന്. അതിന് പുതുപ്പള്ളി മറുപടി നൽകി. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയെന്ന്. എന്താണ് ഇവരെങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം? ഇവിടെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഞങ്ങളെ ജയിപ്പിക്കും, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്ന് ജയിപ്പിക്കും എന്ന് വളരെ ഗർവോടുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ നിങ്ങൾ മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ അവിടുന്ന് വോട്ട് കിട്ടുകയോ ഇല്ലയോ ഉള്ളത് നോക്കിയിട്ടല്ലല്ലോ ഒരു സർക്കാരിന്റെ വികസന പ്രവർത്തനം നടത്തേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവിടെ ഭരിക്കുന്നത് ആരാണ്, MLA ആരാണ്, അതൊന്നും നോക്കുന്നില്ല. അവിടെ ആളുകൾ ആരെ കൂടെയാണ് നിൽക്കുന്നത്, ഇതൊന്നും സർക്കാരിന്റെ പരിഗണനയല്ല. കാരണം സാധാരണക്കാരന് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവരെടുത്തെത്തണം. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളുകൾക്ക് ധാരാളം ഫണ്ട് അനുവദിക്കുന്നു, കോടിക്കണക്കിന് ഫണ്ട് അനുവദിക്കുന്നില്ല. ഏത് സ്കൂളുകൾക്കാണ്? സർക്കാർ വിദ്യാലയങ്ങൾക്ക്. അതേപോലെ തന്നെ സർക്കാർ ആശുപത്രികൾക്ക്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ ചർച്ച. കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഈ 2015 ഏപ്രിൽ 30 പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ നിങ്ങൾ വായിക്കാം. ഉന്നതങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയത്തിന്റെ മാത്രമല്ല മധ്യ കേരളത്തിന്റെ തന്നെ ആരോഗ്യ മേഖലക്ക് കരുത്താവുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ മെഡിക്കൽ കോളേജായി ഈ ആതുരാലയം ഇന്ന് മാറി. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയത്താണ്. സർക്കാർ തലത്തിൽ ആദ്യമായി കാർഡിയാക് റീഹാബിലിറ്റേഷൻ സെന്ററും ആരംഭിച്ചു. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാരിന്റെ കീഴിൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചത്. 564 കോടി രൂപ മുടക്കുന്ന സർജിക്കൽ ബ്ലോക്ക് 95% പൂർത്തീകരിച്ചു. 15% നിർമ്മാണം പൂർത്തീകരിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റിയും മുന്നേറുന്നു. 200 കിടക്കകളുള്ള കാർഡിയോളജി ബ്ലോക്കിന്റെ നിർമ്മാണം 95% പൂർത്തിയാക്കി. അതിനുവേണ്ടി 36.41 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. 16.6 കോടി രൂപ മുടക്കി ഫാർമസി കോളേജ് പൂർത്തിയാക്കി. ആധുനിക ഡിജിറ്റൽ എക്സ്റേ മെഷീൻ, ട്രോമ ഓപ്പറേഷൻ തിയേറ്റർ, നവീകരിച്ച ന്യൂറോ സർജറി, കണ്ണിന്റെ സർജറി വാർഡുകൾ, പുതിയ 750 kV ജനറേറ്റർ, പോർട്ടബിൾ എക്കോ മിഷൻ, നെഫ്രോളജി ലാബ് എന്നിവ ആരംഭിച്ചു. മെഡിക്കൽ ആൻഡ് സർജിക്കൽ സ്റ്റോറിന് 3 കോടി. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജില്ലാ മരുന്ന് സംഭരണ വിതരണ കേന്ദ്രത്തിന് 17 കോടി. OP ബ്ലോക്കിന്റെ നവീകരണം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പുനരുദ്ധാരണം, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയോളജി വിഭാഗത്തിൽ പോർട്ടബിൾ എക്കോ മിഷൻ, കുട്ടികൾക്കുള്ള ആശുപത്രിയിൽ ഓക്സിജൻ ജനറേറ്റർ എന്നിവയും ഈ കാലയളവിലെ സർക്കാരിന്റെ പദ്ധതികളാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡ് മുറിച്ചു കടക്കാതെ ആശുപത്രിയിൽ എത്താനുള്ള ഭൂഗർഭ പാത നാടിന് സമർപ്പിച്ചതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇനി സുരക്ഷിതമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്താം. മെഡിക്കൽ കോളേജിന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗവും ഭൂഗർഭ പാതയിലൂടെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഈ സർക്കാരിനെതിരെയാണ് ഈ മാധ്യമങ്ങൾ. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചു, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങൾ എല്ലാവരും കൊടുത്ത വാർത്ത എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു, ഒരു സ്ത്രീ മരിച്ചു എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടം തകർന്നാണ് ഒരു സ്ത്രീ മരിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് ഹെഡിങ്ങിലൂടെ അവർ ശ്രമിച്ചത്. എല്ലാ വാർത്തകളും അങ്ങനെയായിരുന്നു. എന്നാൽ വാർത്ത സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ എവിടെയെങ്കിലും അവരൊന്ന് എഴുതി ചേർത്തുണ്ടാവും, പഴയ കെട്ടിടത്തിൽ, ഉപയോഗശൂന്യമായ കെട്ടിടത്തിലാണ് സംഭവിച്ചതെന്ന്. എന്ന് വെച്ചാൽ വാർത്തകളിലൂടെ കേരളത്തിലെ പൊതുജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാനും കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് വരുത്തി തീർക്കാനുമായ ബോധപൂർവമായ ശ്രമമാണ് മാധ്യമങ്ങൾ ചെയ്തത്. വലതുപക്ഷം പറയേണ്ട കാര്യമേ ഇല്ല. കേരളം നശിച്ചു കുത്തുപാളെടുത്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വാർത്ത ആഘോഷമാക്കും, ഒരു തർക്കവുമില്ല. അവർക്ക് എന്ത് കച്ചിത്തുരുമ്പും പിടിവള്ളിയായിട്ട് കാണുന്നവരാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ പറഞ്ഞ കാര്യം അവരുടെ ചെവിയിൽ പോയി ഒന്ന് അലയടിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ മകൾ പറയുന്നത് എന്താണ്? ഇവിടെ ഇത്രയൊക്കെ മതി, ഞങ്ങൾ ജയിച്ചു പോകും എന്നാണ്. ഇവിടുന്ന് വോട്ടോ അല്ലെങ്കിൽ സീറ്റോ പ്രതീക്ഷിച്ചല്ല ഇടതുപക്ഷ സർക്കാർ ഈ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഈ പത്രവാർത്തയിലൂടെ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരു മാധ്യമ മലരുകളും നിങ്ങളെ കാണിച്ചില്ല ഇങ്ങനെ 90% പണി കഴിഞ്ഞ ഇത്തരം ബ്ലോക്കുകളുടെ ഒരു കെട്ടിടത്തിന്റെയും പണി കാണിച്ചില്ല. 500
ചില്ലാൻ കോടി രൂപ നിർമ്മിച്ച ഒരു കെട്ടിടം മാത്രം പണിയുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഒരു ചിത്രം പോലും ഒരു വീഡിയോ പോലും അവരുടെ ഫ്രെയിമിനകത്ത് പെടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താ കാരണം? അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം തന്നെയാണ്. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. മറ്റൊരിക്കൽ നമുക്ക് അത് ചർച്ച ചെയ്യാം, എന്താണ് മാധ്യമങ്ങളുടെ ആ താല്പര്യത്തിന് പിന്നിലെന്ന്. ഇനി നമുക്ക് കേരളത്തിലെ പൊതുവിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ഇത് UDF-ന്റെയും LDF-ന്റെയും കാലത്തൊക്കെ ഒന്നിച്ചുണ്ടാക്കിയ നേട്ടമാണ്, ഞങ്ങളാണ് കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് എന്ന് പറയും. ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും കരുണാകരന്റെ ഒക്കെ കാലത്താണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായത്. അത് പക്ഷേ നിങ്ങളും കൂടി ഇങ്ങനെ ഏറ്റു പറയുന്നു എന്നാണെങ്കിൽ നമുക്ക് ജെമിനിയോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ജെമിനി, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഫണ്ട് അനുവദിച്ചത് ഏത് സർക്കാരിന്റെ കാലത്താണ്? കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഫണ്ട് അനുവദിച്ചത് 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ്. നമുക്ക് കൃത്യമായിട്ട് പറയാം, 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ അനുവദിച്ചത്. അത് മാത്രമാണോ? കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ആരുടെ ഭരണകാലത്താണ്? കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. 2016 ഈ പദ്ധതി. നോക്കൂ, 2016 വന്ന പദ്ധതിയാണത്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. ജസ്റ്റ് ബോർഡ് മാറ്റുന്ന പരിപാടിയല്ല. നമുക്കറിയാം, നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എന്തായിരുന്നു? ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഒരു ഫാർമസിസ്റ്റ്, തീർന്നു. എന്നാൽ ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുമ്പോൾ 3 ഡോക്ടർമാർ, ഒരേ സമയത്ത് 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ വൈകുന്നേരം വരെ ഉണ്ടാവും. ഞായറാഴ്ച ദിവസങ്ങളിലടക്കം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ആ രീതിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ വികസിപ്പിച്ചു. ഡോക്ടർമാർ മാത്രമല്ല, 2 ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും, ഒരു ഹെഡ് നേഴ്സ് അടക്കം 3 നേഴ്സുമാരുണ്ടാവും. അതേപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, അങ്ങനെ എല്ലാ മേഖലയിലും സജീവമായിട്ട് ആളുകളുള്ള ഒരു സംവിധാനമായിട്ട് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം. അപ്പൊ അത്രയും ജീവനക്കാരെ നിയമിക്കണം, അത്രയും പേർക്ക് ശമ്പളം കൊടുക്കണം, അതിനനുസരിച്ച് ഫണ്ട് ചെലവാക്കണം. ആ രീതിയിൽ കേരളത്തെ ആകെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് എല്ലാ സർക്കാർ വരുമ്പോൾ ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ ജെമിനി അത് പറയണ്ടേ? അങ്ങനെയല്ല ജെമിനി പറഞ്ഞത്. ഇടതുപക്ഷ സർക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഫണ്ട് അനുവദിച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മറ്റും, അത്തരത്തിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഫണ്ട് അനുവദിച്ചപ്പോഴാണ് ഈ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നത്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് കേരളത്തിന് മറ്റെന്ത് ഗുണമുണ്ടായത്? ആദ്യം തന്നെ പറയാം, കേരളക്കാരന് ആയുസ് കൂടുതലാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരനേക്കാൾ 5-6 വയസ്സ് കൂടുതൽ കിട്ടും കേരളക്കാരന്. ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം എത്രയാണ്? 2022 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 70.42 വയസ്സാണ്. ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 129ാം സ്ഥാനമാണുള്ളത്. എന്നാൽ കേരളക്കാരന്റെ ആയുർദൈർഘ്യം എത്രയാണ്? കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 77.32 വയസ്സാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശരാശരി ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. 77, മറ്റേത്ര 70, ഏകദേശം 7 വയസ്സ് കൂടുതലാണ്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജീവിക്കുന്നതിനേക്കാൾ 7 വയസ്സ് കൂടും ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, കേരളത്തിൽ ജീവിക്കുകയാണെങ്കിൽ. ഞാൻ നിങ്ങളെ മറ്റൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം. കോവിഡ് കാലത്താണല്ലോ. കോവിഡ് കാലത്ത് അമേരിക്കയിൽ നിന്ന് നടക്കും പല ടൂറിസ്റ്റുകളും കേരളത്തിൽ വരുന്നതാണല്ലോ. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല. അത് കാണാൻ വരുന്ന അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌണിൽ ഇവിടെ പെട്ടുപോയി. എന്നാൽ അവരുടെ വിസ കാലാവധി തീർന്നപ്പോൾ അവരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. തിരിച്ചു പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഒരാൾ കോടതിയെ സമീപിക്കാം, അമേരിക്കക്കാരൻ കോടതിയെ സമീപിക്കാം. ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം കേരളത്തിൽ തുടരാൻ അനുവദിക്കണം, ഹൈക്കോടതിയെ സമീപിച്ച് വിദേശ സഞ്ചാരി. ഇതാണ് അതിന്റെ ഹെഡിങ്. ആ വാർത്തയുടെ മറ്റൊരു ഭാഗം ഞാൻ വായിക്കാം. അമേരിക്കക്കാരനായ ജോണി പോൾ വാൾക്കർ എന്ന 74-കാരന് കേരളത്തിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. സ്വന്തം നാടായ അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ജോണി പോൾ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കുറച്ചു കാലം കൂടി കഴിയുന്നതിനായി വിസ നീട്ടി ലഭിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജോണി. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വളരെ വികസിച്ചൊരു നാടല്ലേ എല്ലാ മേഖലയിലും. എന്നാൽ ആ അമേരിക്കയിൽ പോലും സാധാരണക്കാരന് ലഭ്യമാകുന്ന തരത്തിലുള്ള ചികിത്സകൾ ലഭിക്കുന്നില്ല. കോവിഡ് കാലത്ത് ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ലോകാരോഗ്യ സംഘടന ഒരു മുന്നറിയിപ്പ് ലോകത്തിന് കൊടുത്തു. കോവിഡ് വന്നു കഴിഞ്ഞാൽ മരണസാധ്യത 3%, 1.5 മുതൽ 3% വരെയാണ്.
ലളിതമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 പേരുണ്ടെങ്കിൽ അത് 3 മുതൽ 6 വരെ പേര് മരിക്കാം. ചുരുങ്ങിയത് 3 ആള്, മാക്സിമം 6 ആള്. ഇതാണ് കോവിഡിന്റെ സാധ്യത. എങ്ങനെ? ചികിത്സ ലഭ്യമാകുകയാണെങ്കിൽ. പലപ്പോഴും കോവിഡിന്റെ പ്രശ്നം എന്താ? എല്ലാവർക്കും കൂടി ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറ്റില്ല, ചികിത്സ കൊടുക്കാൻ സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ആളുകൾ അവനവന്റെ വീട്ടിലിരിക്കുക, എവിടെയാണോ അവർ സ്റ്റേ ചെയ്യുന്ന അവിടുന്ന് മറ്റെവിടേക്കും പോകാതിരിക്കുക. പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് പരക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴേക്ക് കോവിഡ് പരന്നു. പക്ഷെ കേരളത്തിൽ നോക്കൂ, കേരളത്തെയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. 2 കാരണം കൊണ്ടാണ് അന്ന് കേരളത്തെ ഉറ്റുനോക്കാൻ കാരണം. ഒന്ന്, ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇവിടെ ജനസാന്ദ്രത കൂടുതലാണ്. എന്ന് വെച്ചാൽ ആളുകൾ തമ്മിലുള്ള അകലം കുറവായതുകൊണ്ട് പെട്ടെന്ന് കോവിഡ് പരക്കും. 2, ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകൾ കേരളക്കാരാണ്. പ്രവാസത്തെ വല്ലാണ്ട് പുൽകുന്നവരാണ്. അതുകൊണ്ട് വരവും പോക്കും കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഈ രോഗം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളത്തെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ആ കേരളത്തിൽ ഈ പറയുന്ന കോവിഡ് വന്നപ്പോ ലോകാരോഗ്യ സംഘടന പറഞ്ഞ മരണനിരക്കിന്റെ 1/3 ഉണ്ടായത്. ഏറ്റവും മിനിമം 1.5%, എന്നാൽ നമ്മൾ 0.5% മരണം ഒതുക്കി. അത് പറയുമ്പോഴൊരു ഒരു കാര്യം നോക്കണം, നമ്മൾ കോവിഡ് മൂലം മരിച്ചോ നോക്കിയിട്ടല്ല, മരണപ്പെട്ടയാൾക്ക് എന്ത് കാരണം കൊണ്ടായാലും മരണപ്പെട്ടയാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അത് കോവിഡ് മൂലം മരിച്ചതാണെന്ന് വരുത്തി തീർത്തിട്ട് പോലും നമ്മളുടെ മരണത്തിന്റെ തോത് 0.5% ഒതുക്കി. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ 200 ആൾക്ക് കോവിഡ് പിടിപെടുമ്പോൾ ഒരാളെ കേരളത്തിൽ മരിച്ചുള്ളൂ. സാധാരണ ലോകാരോഗ്യ സംഘടന പറഞ്ഞ പ്രകാരം 200 ആൾക്ക് വന്നാൽ 3 മുതൽ 6 വരെ ആളുകൾ മരിക്കാം എന്ന് പറയുമ്പോഴാണ് കേരളം. അതുകൊണ്ടാണ് ഈ അമേരിക്കക്കാരൻ ഇവിടെ തന്നെ തങ്ങാൻ അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചത്. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുത. ഇതൊക്കെ ഇകഴ്ത്തി കാണിക്കാനും ഈ കേരളത്തെയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇകഴ്ത്തി കാണിക്കാനാണ് ഇപ്പൊ മാധ്യമങ്ങളും വലതുപക്ഷവും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുത ജനങ്ങളെ അറിയിക്കാൻ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.